പോകുന്നത് കുറെ പ്രാവുകളുടെയും ഒരു വേടന്റെയും കഥയാണ്. പണ്ട് പണ്ട് ഒരു കാട്ടിൽ കുറെ പ്രാവുകൾ ഉണ്ടായിരുന്നു. അവർ വലിയ സ്നേഹത്തോടെയും ഐക്യത്തോടെയുമായിരുന്നു കഴിഞ്ഞിരുന്നത്. എല്ലാ ദിവസവും രാവിലെ ധാന്യങ്ങൾ ശേഖരിച്ച് വൈകുന്നേരമാകുന്നതോടെ അവർ വീട്ടിലേക്ക് മടങ്ങുമായിരുന്നു. ഇങ്ങനെയിരിക്കെ ഒരു ദിവസം കാട്ടിലൂടെ പോയ വേടൻ ഇത് കാണാനിടയുണ്ടായി. അയാൾ പറഞ്ഞു, ഇത്രയധികം പ്രാവുകളോ? മൃഗങ്ങളെ വേട്ടയാടുന്നതിനോടൊപ്പം ഈ പ്രാവുകളെ കൂടി കിട്ടിയാൽ ചന്തയിൽ കൊണ്ടേ വിൽക്കാമായിരുന്നു. കുറെ പണവും കിട്ടും. നാളെ തന്നെ ഇവർക്ക് കെണിയൊരുക്കണം. എന്നാൽ ഇതൊന്നും അറിയാത്ത പ്രാവുകൾ പിന്നെയും ധാന്യങ്ങൾ ശേഖരിക്കുന്നതിനായി കാട്ടിലേക്ക് പോയി. കാട്ടിൽ കുറച്ചകലെയായി കുറെ ധാന്യമണികൾ കിടക്കുന്നത് കണ്ടു. അവർ അത് പെറുക്കുവാൻ വേണ്ടി അങ്ങോട്ട് പറന്നു. എന്നാൽ കൂട്ടത്തിലെ പ്രായം ചെന്ന പ്രാവ് പറഞ്ഞു, അതെടുക്കരുത്, അതൊരു കെണിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ചുറ്റുപട്ടതൊന്നും ഒരു പാടവുമില്ല. പിന്നെ എങ്ങനെയാണ് ഇത്രയും അധികം ധാന്യമണികൾ? നിങ്ങളിതെടുക്കരുത്. എന്നാൽ മറ്റു പ്രാവുകൾ അതൊന്നും കേട്ടില്ല. അവരെല്ലാവരും അത് പെറുക്കാൻ തുടങ്ങി. എന്നാൽ അത് വേടന്റെ കെണിയായിരുന്നു. അവരെല്ലാം അതിലകപ്പെട്ടു. അവർ ഓരോരുത്തരായി അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും അത് പറ്റിയില്ല. ഇത് കണ്ടപ്പോൾ വേടന് വളരെ സന്തോഷമായി. എന്നാൽ ഇതെല്ലാം ഒരു മാവിന്റെ കൊമ്പിൽ നിന്ന് പ്രായം ചെന്ന പ്രാവ് കാണുന്നുണ്ടായിരുന്നു. വേടൻ പ്രാവുകളെ ഇടാൻ വേണ്ടി ചാക്കെടുക്കാൻ പോകുന്ന തക്കം നോക്കി പ്രാവ് പറന്ന് അവരുടെ അടുത്തെത്തി. എല്ലാ പ്രാവുകളും പറഞ്ഞു, ഞങ്ങളെ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കുമോ? പ്രായം ചെന്ന പ്രാവ് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് പരിശ്രമിച്ചിട്ട് കാര്യമില്ല. എല്ലാവരും ഒരുമിച്ചിരുന്ന് പരിശ്രമിച്ച് നോക്കൂ. അവരെല്ലാവരും ആ കെണിയോടുകൂടി ഒരുമിച്ച് പറന്നു രക്ഷപ്പെട്ടു. വേടന് ഇത് കണ്ട് എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു. ഇവരെല്ലാവരും പ്രാവിന്റെ കൂട്ടുകാരായ എലിയുടെ അടുത്തേക്ക് ചെന്നു. എലി ആ വലക്കെണികൾ നശിപ്പിച്ചു, അവരെ മോചിപ്പിച്ചു. സുഹൃത്തുക്കളെ, ഈ കഥയിൽ നിന്നുള്ള പാഠം എന്താണ്? ഒത്തൊരുമയുണ്ടെങ്കിൽ ഈ ലോകത്തിൽ നടക്കാത്തതായി ഒന്നുമില്ല. ഒത്തൊരുമയുണ്ടെങ്കിൽ ഏതൊരു കഠിന കാര്യവും നമുക്ക് സാധ്യമാണ്.